ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിൽ എന്ന് പറയാൻ പോകുന്നത് പ്രവാസികൾക്ക് എങ്ങനെയാണ് ഫോം 6A പൂരിപ്പിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇടാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, പ്രവാസികൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഓൺലൈനിൽ നമുക്ക് മൊബൈലിലൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പിൽ പ്രവാസികൾ ലാപ്ടോപ്പിൽ വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രവാസികളുടെ 6A ഫോം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, NVSP എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയും, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എത്തുക ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഡായി വെബ്സൈറ്റ് ഇവിടെ തുറയുന്നതാണ്. സെയിം വെബ്സൈറ്റ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇത് നിങ്ങൾ ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യണം. ഇമെയിൽ ID, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഈ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ആ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം കേട്ടോ. മൊബൈൽ നമ്പർ വഴി OTP ലഭിക്കുക. OTP നമ്പർ വെച്ച് കണ്ടാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. പേരെല്ലാം കറക്റ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ കാണാൻ കഴിയും ഫോം. ഇവിടെ മുകളിൽ നിന്ന് മൂന്നാമത്തെ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ NRI ഇത് കാണാൻ കഴിയും. അതായത് ഫിൽ ഫോം 6A ഇഫ് യു ആർ എ സിറ്റിസൺ ഓഫ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ആളാണെങ്കിൽ, പ്രവാസിയാണെങ്കിൽ അവർക്ക് ഉള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇവിടെ ഫിൽ ഫോം 6A എന്നില്ല ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഫോം 6A എന്നൊക്കെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരുപാട് സ്റ്റേറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കേരള സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ താഴേക്ക് മാറ്റി കഴിഞ്ഞാൽ കേരള എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വരുന്നതാണ്. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് നിങ്ങളെവിടെ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളും ഇവിടെ ഉണ്ട്. അത് നല്ലൊരു ഡിസ്ട്രിക്ട് നിങ്ങളെ ഡിസ്ട്രിക്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എവിടെയാണോ, ഏതാണ് വോട്ട് ചെയ്യുന്ന ആ ഒരു മണ്ഡപം, ആ ഒരു മണ്ഡലം ഏതാ വെച്ചാൽ അത് ഇവിടെ പെരിന്തൽമണ്ണ, തൂര്, മേലാറ്റൂര്, അങ്ങനെ ഒരുപാട്, കോട്ടപ്പുറം, കോട്ടക്കൽ, കൊണ്ടോട്ടി, ഏറനാട്, അങ്ങനെ ഒരുപാട്. അതൊന്ന് നിങ്ങളുടെ മണ്ഡലം ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ മലപ്പുറം തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എല്ലാத்தைയും നമ്മൾ സെറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ബോക്സിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഒറിജിനൽ പേര്, അതുപോലെ തന്നെ നിങ്ങളെ ലാസ്റ്റ് നെയിം അതിവിടെ മലയാളത്തിലും കൊടുക്കുക. അതെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം ഓഫ് റിലേറ്റീവ്, വൈഫിൻ്റെ പേര് കൊടുക്കുക. അതല്ലെങ്കിൽ ഉമ്മയുടെ പേര്, ഉപ്പയുടെ പേരൊക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ എന്താണ് ഈ റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ച് കൊടുക്കണം. ഫാദറാണോ, മദറാണോ, വൈഫാണോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഇനി അതൊന്നല്ലെങ്കിൽ അത് എന്ന് വേണമെങ്കിൽ അതും കൊടുക്കട്ടോ. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ദിവസം, മാസം, വർഷം ഇവിടെ കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച സ്ഥലം നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. മുകളിലത്തെ അതേപോലെ തന്നെ വില്ലേജ്, ടൗണ്, നിങ്ങളെ തൊട്ടടുത്തുള്ള ടൗൺ ഏതാ വെച്ചാൽ അത് പേര് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യാനാണ്, ആണാണോ പെണ്ണാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളിവിടെ കൊടുക്കുക. ഇവിടെ ആണാണെന്ന് വെച്ചാൽ മല കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾക്ക് ഉണ്ടാവും, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വേറൊരു പേജിലേക്ക് പോവും. ഇവിടെ നമ്മുടെ ഹൗസ് നമ്പർ, നമ്മുടെ വീട്ടുപേര്, അതുപോലെ തന്നെ നമ്മുടെ വീട് നിൽക്കുന്ന ആ ഒരു ഏരിയ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ടൗണ് ഏതാ വെച്ചാൽ അത് കൊടുക്കുക. അതെല്ലാം ഇവിടെ മലയാളത്തിൽ വരും. അതിനുശേഷം പോസ്റ്റ് ഓഫീസ് നമ്മളെ, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്, പിൻകോഡ്. ഓക്കെ,
അത് നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഒറിജിനൽ പാസ്പോർട്ട് അഡ്രസ്സ് തന്നെ കൊടുക്കണം. ഓക്കെ, അതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പാസ്പോർട്ട് നമ്മൾ അടിച്ച ദിവസം, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത്, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പയറി നമ്പർ, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് കൂടെ ഒന്നും കൊടുക്കണതിന് ശേഷം പാസ്പോർട്ട് എക്സ്പയറി നെക്സ്റ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് വിസ നമ്പറാണ്. നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ച വിസ ഉണ്ടാവുക, വിസക്ക് ഒരു നമ്പർ ഉണ്ടാവുക, നമ്പറോട് കൊടുക്കുക. ഡേറ്റ് ഓഫ് വിസ അടിച്ച ഡേറ്റ്, വിസ കഴിയാനാകുന്ന ഡേറ്റ്, എന്ത് വിസ ആണെന്നില്ല ആ വിസ ഇവിടെ കൊടുക്കുക. എന്താണോ, ലേബറാണോ, അതുപോലെ തന്നെ എഞ്ചിനീയർ ആണോ, ഡോക്ടറാണോ, എന്ത് വിസയാണോ അത് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നെയിം ഓഫ് ഇഷ്യൂ അതോറിറ്റി, അത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ കൊടുക്കുക. അതല്ലെങ്കിൽ ദുബായ്, എമിറേറ്റ്, അല്ലെങ്കിൽ ഖത്തർ, കുവൈത്ത്, എവിടെയാണ് നിങ്ങൾ പ്രവാസി ചെയ്യാട്ടോ. അതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയാണോ പുറത്ത് പോയത്, അതോ ജോലിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ. നമ്മളിവിടെ എംപ്ലോയ്മെൻറ്റ്, ജോലിക്ക് പോയ ആളുകളാണെങ്കിൽ, ജോലി എടുക്കാൻ വേണ്ടി പോയ ആളുകളാണെങ്കിൽ കൊടുക്കുക. അതിനുശേഷം കേസ് ഇവിടെ നമുക്ക് റെസിഡൻസ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്, ആ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഔട്ട് ഓഫ് കൺട്രി അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന കൺട്രീൻ്റെ അഡ്രസ്സ്, അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഹൗസ് നമ്പർ കൊടുക്കുക. സ്ട്രീറ്റ്, അവിടുത്തെ ടൗണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ കൺട്രി, അതുപോലെ തന്നെ അവിടുത്തെ സിപ്പ് കോഡ്, പോസ്റ്റൽ കോഡ് നിങ്ങൾ കൊടുക്കുക, ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ സഹിതമുള്ള ഒരു പേജ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, അയക്കുക. അത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് PNG, അതുപോലെ തന്നെ PDF, JPG എന്നൊരു ഫോർമാറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നാലേ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളെ സ്ഥലം, കറക്റ്റ് നാട്ടിലെ സ്ഥലം ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഗേസ് ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ടൈപ്പ് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. നേരെ ഒരു പേജിലേക്ക് നിങ്ങൾ പോകും. ആ പേജ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം വായിച്ച് നോക്കി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം താഴത്തോട്ട് വരിക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കേസ് 6A ഫോമിൻ്റെ വിശകലനം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.